അല്ല, ആ കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ട ഹൈക്കമാൻഡാണ്. ഇവിടെ അങ്ങനെ ഔദ്യോഗികമായ ഒരു ചർച്ച ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞാലോ, അത്തരം കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ട ഹൈക്കമാൻഡാണ്. ഇതുവരെ അത് സംബന്ധിച്ച് ഔദ്യോഗികമായ ഒരു ചർച്ച ഉണ്ടായിട്ടില്ല. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പോൾ സ്വാഭാവികമായി ഒരു പൊതുസംഘടനയൊക്കെ നടത്തി പാർട്ടി ഒന്നുകൂടി സജീവമാക്കി ഒരു മികച്ച വിജയം ഉണ്ടാക്കേണ്ടത് അനിവാര്യമല്ല. അപ്പോൾ പൊതുസംഘടന അത്യാവശ്യമല്ലേ? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് കഴിഞ്ഞാൽ ഏറ്റവും അസംബ്ലി തെരഞ്ഞെടുപ്പ് വരും. ഈ സന്ദർഭത്തിൽ പാർട്ടിയിൽ സമ്പൂർണ്ണമായ ഐക്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് പാർട്ടിയെ മുന്നണിയെയും നയിക്കുക, ഇടതുപക്ഷ സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായി അണിനിരത്തുക എന്നുള്ളതാണ്. ജനങ്ങൾ ആഗ്രഹിക്കുന്ന അതാണ്. അതുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ സർക്കാരിനെ താഴെ ഇറക്കാനും ഒരു പുതിയ ഗവൺമെൻറ് ഉണ്ടാക്കാനും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം. അതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട. അതിനു മുമ്പ് നടക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, കേരളത്തിലെ സാധാരണ പ്രവർത്തകർ മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പാണ് പഞ്ചായത്ത്. ഞാൻ 2010 KPC പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ് 70% പഞ്ചായത്തുകളും സ്ഥാപനങ്ങളും നമ്മൾ പിടിച്ചെടുത്തത്. അതുപോലെ ഒരു വൻ വിജയം ഉണ്ടാക്കാൻ വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കേണ്ട സമയമാണ്. അതെല്ലാം തീരുമാനം ഏറ്റവും പ്രധാനപ്പെട്ടത് പാർട്ടി ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിൽക്കണം. അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ആവശ്യം. അതല്ല, ഐക്യത്തോടെ പ്രവർത്തിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കോൺഗ്രസ് പാർട്ടി മറ്റു പാർട്ടികളെ പോലെയല്ല. ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായാലും പുറത്തു വരും. മറ്റു പാർട്ടിക്കകത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടായാലും പുറത്തു വരില്ല. ഇതാണ് വ്യത്യാസം. ഇല്ലെന്ന് അവർ രണ്ടുപേരും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. ഞാൻ പറയുന്നത് മൊത്തം കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകര് എല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ നേരിടണം. അത് കഴിഞ്ഞാൽ അസംബ്ലി തെരഞ്ഞെടുപ്പിനെ നേരിടണം. കാരണം ജനങ്ങൾ ഈ സർക്കാരിനെ മടുത്തിരിക്കുകയാണ്. അപ്പോൾ ജനങ്ങളുടെ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. ആ മാറ്റത്തിനൊപ്പം നമ്മൾ സജീവമായി എല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കണം. പൂർണ്ണ പിന്തുണ കിട്ടും. പൂർണ്ണ പിന്തുണ, അങ്ങനെ യാതൊരു പിന്തുണക്കുറവുമില്ല. ഇല്ല, ഒന്നുമില്ല. ഞാൻ ഇന്ന് കാണുന്നുണ്ട്, കൊണ്ടേ ചോദിച്ചിട്ട് പറയാം. മറ്റൊരു കാര്യം, ഈ പൊതുസ്ഥലങ്ങളിൽ പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ തുല്യത എന്നുള്ള രീതിയിലുള്ള ഒരു ചർച്ച ഇപ്പോൾ വളരെ സജീവമായി നിൽക്കുകയാണല്ലോ. കോൺഗ്രസ് ഇതുവരെ ഒരു അഭിപ്രായം പറഞ്ഞു കാണുന്നില്ല. എന്താണ് അല്ല, ആവശ്യത്തിനുള്ള അഭിപ്രായം MP ഗോവിന്ദൻ പറയാനുണ്ടല്ലോ. അദ്ദേഹം ഒന്ന് പറഞ്ഞു കഴിയട്ടെ, എന്നിട്ട് അല്ല, കോൺഗ്രസിന്റെ അഭിപ്രായം. കാന്തപുരത്തിനെതിരെ MP ഗോവിന്ദൻ മാസ്റ്റർ കുറേ ദിവസമായി അഭിപ്രായ പ്രകടനം നടത്തുകയല്ലേ. അപ്പം ആ അഭിപ്രായങ്ങളും കൂടെ തുടരട്ടെ, എന്നിട്ട് ഞങ്ങൾ പറയാം. അത് ഞങ്ങൾ പറയാം. തൽക്കാലം ഗോവിന്ദൻ മാസ്റ്ററും കാന്തപുരവും തമ്മിലുള്ള പോരാട്ടം നടക്കട്ടെ. അഭിപ്രായമില്ല, ഞങ്ങൾ പറയാം.